ഫൈനലി ഞാനത് ഫിഗർ ഔട്ട് ചെയ്തു. ഐ ആം ഇൻ എ ഓവർ തിങ്കിങ് ലൂപ്പ്. ഹായ്, മൈസെൽഫ് അർഷിത. ഐ ആം എ സൈക്കോളജിസ്റ്റ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ടു. ഫോർ ദ പാസ്റ്റ് ഫ്യൂ മന്ത്സ് ഞാൻ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സ്പേസ്. എന്തോ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ പേഴ്സണൽ ഡിസ്ട്രസ്സും കൂടി ആയപ്പോൾ ഞാൻ മൊത്തത്തിൽ ബ്ലോക്കായി എന്ന് പറയാലോ. സോ ഞാനിപ്പോൾ എന്താ ചെയ്യുക? യെസ്, എ സൈക്കോളജിസ്റ്റ് ചൂസിങ് എ തെറാപ്പിസ്റ്റ്. ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഫൈനലി ഞാനത് ഫിഗർ ഔട്ട് ചെയ്തു. ഐ ആം ഇൻ എ ഓവർ തിങ്കിങ് ലൂപ്പ്. അതായത് ഡെയിലി ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും അൺപ്രൊഡക്റ്റീവായി റെപ്പിറ്റേറ്റീവായിട്ട് ചിന്തിച്ച് റൂമിനേറ്റ് ചെയ്യുകയായിരുന്നു ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം, നിങ്ങളും ചിലപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആളായിരിക്കും. അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളായിരിക്കും. അതേസമയം സോഷ്യൽ മീഡിയയിൽ കാണുന്ന നല്ല ഗുഡ് സൈഡ് മാത്രം നോക്കി അതിൽ കുറ്റബോധം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുമായിരിക്കും. ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ ജെന്യൂൻ ആയിട്ടാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അവിടെ ഒരു ലൈക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫേക്ക് ആയിക്കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മൾ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സൈക്കോളജിസ്റ്റും ഒരു ഹ്യൂമൻ ആണ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ഓക്കെ, ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഓക്കെ ടു സീക്ക് ഹെൽപ്പ്. ബി റിയൽ, ബി യുവർ സെൽഫ്. ആൻഡ് നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ ഫേസസിനെയും ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നതിലാണ് കാര്യം. പിന്നെ ഞാൻ എൻ്റെ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.